സോ ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ സോന. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഇട്ട വീഡിയോൻ്റെ കണ്ടിന്യൂറ്റിയാണ്. നമ്മൾ മലപ്പുറത്ത് വന്നു എന്ന് പറയിട്ട് അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസത്തെ വീഡിയോ ആണിത്. ഞാനിതിൽ വോയിസ് ഓവറാണ് കൂടുതലും കൊടുക്കുന്നത്. ജസ്റ്റ് നീ എന്തുണ്ടായിരിക്കണ കുട്ടി? ഗൈസ് നമ്മൾ വിളിക്കതാ നമ്മളല്ല ഇവള് നമുക്ക് ചിക്കൻ കറിയാണ് ഗൈസ് ഉണ്ടാക്കുന്നത്. ജസ്റ്റ് ഞാൻ 2 വാക്ക് പറയൂ. നീ പറയൂ. ഫസ്റ്റ് തന്നെ ഇൻട്രോ പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുകയാണ് ഗൈസ്. അതിന് ആദ്യം സവാള നല്ല രീതിയിൽ വഴറ്റുക. നീ മിക്സ് അടിക്കാൻ പോവാ. സോ അത് കഴിഞ്ഞ് നമ്മൾ വിചാരിച്ചു രാവിലെ കുറച്ച് നേരം ഒന്ന് നടക്കാൻ പോവാണ്. അപ്പോൾ അവൾ നമ്മൾ ഇവിടെ അടുത്ത് കോറ ഉണ്ടെന്ന് പറഞ്ഞു. ഐ തിങ്ക് അത് തന്നെ ഇരിക്കും ആ വേർഡ്, എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ്. 2 വീടിൻ്റെ ഒക്കെ അപ്പുറത്താണ്, അധികം ദൂരം കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ പിള്ളേർക്കും നല്ല എൻജോയ്മെൻ്റ് ആയിരിക്കുമല്ലോ വെള്ളമൊക്കെ കാണുമ്പോൾ. സോ ഗൈസ് നമ്മൾ അയ്യോ അന്ന് നനയ്ക്കുന്നു. അങ്ങനെ അതൊക്കെ കണ്ട് വന്നപ്പോൾ തന്നെ ഏകദേശം ഒരു ടൈമായി. പിന്നെ നമ്മൾ സമയം നോക്കിയപ്പോഴാണ് കല്യാണത്തിന് പോകേണ്ടതാണല്ലോ. കല്യാണത്തിൻ്റെ പേരും പറഞ്ഞാണ് വന്നത്, പക്ഷെ കല്യാണത്തിന് പോകണത് നമ്മൾ മറന്നുപോയി. അങ്ങനെ നമ്മൾ തേക്കാൻ വേണ്ടി ഡ്രസ്സൊക്കെ തേച്ചു. അത് കഴിഞ്ഞ് ഓരോരുത്തരായിട്ട് കുളിക്കാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ ബോയ്സ് പറഞ്ഞു നിങ്ങളാദ്യം കുളിക്ക്, റെഡി ആവുക, നിങ്ങൾക്കല്ലേ ടൈം വേണ്ടത്. അപ്പോൾ നോക്കി ഫൈൻ, നമ്മൾ തന്നെ റെഡി ആയിക്കോളാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഓരോരുത്തരായിട്ട് റെഡി ആവുകയാണ്. ഓൾമോസ്റ്റ് അങ്ങനെ റെഡി ആവുന്ന സമയത്തൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം എത്രയും പെട്ടെന്ന് ഇറങ്ങണമല്ലോ. ടൈം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും റെഡിയായി കുറച്ച് മിറർ സെൽഫിയൊക്കെ നോക്കി സ്വയം അങ്ങോട്ട് പുകഴ്ത്തി അങ്ങനെ നമ്മൾ ഇറങ്ങി. അവിടെ ഏകദേശം ഒരു മണിയൊക്കെ ആയി ഞങ്ങൾ എത്താറായപ്പോൾ. ഒരു 12 മണിക്ക് അല്ലെങ്കിൽ 11:30 എത്തണമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷെ അവിടെ എത്തിയപ്പോൾ തന്നെ ഒരു മണിയായി. പക്ഷെ അവിടെ നിന്ന് അധികം ദൂരം ഉണ്ടായിരുന്നില്ല, ഒരു 15 മിനിറ്റ്സ് അത്രേ നമുക്ക് എടുത്തുള്ളൂ. നമ്മളവിടെ ഇരുന്ന് സംസാരിച്ച് ഫുഡ് കഴിച്ചിട്ട് തന്നെ നമ്മളവിടെ ഇരുന്ന് കുറേ നേരം സംസാരിച്ചു. അപ്പം തന്നെ നമ്മൾ ലേറ്റായി. നമ്മളിതിനെ അങ്ങനെ സമയം നോക്കാനൊന്നും നിന്നില്ല. പിന്നെ അവിടെ എത്തിയപ്പോൾ തന്നെ നമുക്ക് എന്തായാലും ഡ്രിങ്ക്സ് കുടിക്കണമല്ലോ. ഞാനൊരു തണ്ണിമത്തങ്ങ കുടിച്ചത്, തണ്ണിമത്തങ്ങ ജ്യൂസ്. ഓക്കെ, അപ്പോൾ വന്ന് കുറച്ച് ഇരുന്നപ്പോൾ തന്നെ അവർ നമ്മുടെ അടുത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി ചെല്ലാൻ പറഞ്ഞു. കാരണം അപ്പോഴേക്കും എല്ലാവരും ഫുഡ് കഴിച്ച് കഴിയാൻ ടൈമായി. ഞാൻ കുറച്ച് നേരം ഇരുന്നപ്പോൾ തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അതിന് കുറച്ച് നേരം നമ്മളവിടെ ഇരുന്നു. പിന്നെ പെണ്ണും ചെക്കൻ്റെയും ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം നമ്മളിങ്ങനെ പറയായിരുന്നു നമ്മുടെ കല്യാണത്തിന് എന്തൊക്കെ വേണമായിരുന്നു എന്നൊക്കെ അവിടെ ഇങ്ങനെ സംസാരം ആയിരുന്നു. സോ അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് നേരെ നമ്മൾ വീട്ടിലെത്തേണ്ടതാണല്ലോ. ഡ്രൈവിംഗ് ഉണ്ട് കുറേ. അപ്പം അപ്പം തന്നെ നമ്മൾ ടയേർഡായി. അപ്പോൾ ഇനി വേറെ പിന്നെ ബീച്ചിൽ പോകാൻ വേണ്ടി ഞങ്ങൾ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ബീച്ചിലൊന്നും പോകാൻ പറ്റിയില്ല, കാരണം ബീച്ചിലും കൂടി പോയാൽ നമ്മൾ വീട്ടിലെത്തുമ്പോൾ ലേറ്റ് ആകും. അതുകൊണ്ട് പിള്ളേർക്ക് ഭയങ്കര സങ്കടമൊക്കെ ആയിരുന്നു, കരച്ചിലും മിക്കലായിരുന്നു ഞങ്ങൾക്ക് പോകണം എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് മിനിറ്റിൽ ബീച്ചിൽ പോക്ക് ക്യാൻസൽ ചെയ്തു. അവരോട് യാത്രയൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ അടുത്ത തവണ വരാം, വെക്കേഷന് വരാമെന്നൊക്കെ വാഗ്ദാനങ്ങൾ കൊടുത്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഫുള്ള് കുറച്ച് നേരം എല്ലാവരും, അളിയൻ മാത്രം വണ്ടി ഓടിക്കലായിരുന്നു, ബാക്കി എല്ലാവരും സ്വിച്ചിട്ട പോലെ ഉറക്കമായിരുന്നു ഫുള്ള്. പിന്നെ നമ്മൾ വീടെത്താറായി. ആ ടൈമിൽ നോക്കിയപ്പോൾ നമ്മൾ വന്നപ്പോൾ കുറച്ച് ടൈം എടുത്തു, പക്ഷെ പോയപ്പോൾ നമുക്ക് വഴികളൊക്കെ മനസ്സിലായി. പോയപ്പോൾ നമുക്ക് മാപ്പ് നോക്കി തപ്പിയും പിടിച്ചൊക്കെ നമ്മൾ പോയത്. പക്ഷെ വന്നപ്പോൾ നമുക്ക് അറിയായിരുന്നു. അങ്ങനെ നേരെ നമ്മൾ താത്താൻ്റെ വീട്ടിലാണ്. പിന്നെ ഇവർ വണ്ടി കൊടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ തിരിച്ചു വന്നപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു. അങ്ങനെ നനഞ്ഞ കോഴീനെ പോലെ ഇരുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ സ്കൂട്ടിയൊക്കെ എടുത്ത് നമ്മുടെ വീട്ടിലെത്തി. ഇവിടെ എത്തിയപ്പോൾ തന്നെ ഒന്ന് മേല് കഴുകി ഒന്ന് ഫ്രഷ് ആയപ്പോൾ തന്നെയാണ് ഒരു സമാധാനം. അത്രയും പേരും നമ്മൾ ഈ ഡ്രസ്സും അതിനനുസരിച്ച് ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ട് ഭയങ്കര ടയേർഡായിരുന്നു. ഇവിടെ എത്തിയപ്പോഴാണ് ഒരാശ്വാസമായത്. അപ്പം ഞാനപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ ഫുഡ് കഴിച്ചു, കിടക്കുക, അതൊക്കെ തന്നെ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, അത് മറക്കരുത്. പിന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.